കസബയിലെ പ്രശ്നവും ഇപ്പോൾ വരാൻ പോകുന്ന മൂവിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ദൃശ്യങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഞാൻ തയ്യാറാണ്. എന്താണ് കസബയിലെ പ്രശ്നം? കസബയിൽ അവരുന്നയിച്ച പ്രശ്നം എന്ന് പറയുന്നത് ഗീതു മോഹൻദാസ് ആകട്ടെ, പാർവതി തിരുവോത്താകട്ടെ, റിമ കല്ലിങ്ങലാകട്ടെ, ഇവരൊക്കെ ഉന്നയിച്ച പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളോട് ഈ നിലയിൽ പെരുമാറുന്ന ഒരാളെ കൈയടിച്ച് അയാളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സീക്വൻസാണ് നമ്മളവിടെ കാണുന്നത്. ഏറ്റവും അധികം സ്ത്രീകൾക്കെതിരായിട്ടുള്ള സ്ത്രീ വിരുദ്ധമെന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ മമ്മൂട്ടി ആവട്ടെ, മോഹൻലാലാവട്ടെ, ഇപ്പോൾ രഞ്ജിത്തിൻ്റെയൊക്കെ സിനിമകളിൽ അവസാനം എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂട്ടാനൊരു പെണ്ണ് വേണം എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം ഡയലോഗുകൾ ഉണ്ടായിട്ട് ആ ഡയലോഗുകളും അത്തരത്തിലുള്ള അതിൻ്റെ ഗ്ലോറിഫിക്കേഷനും ഒക്കെയാണ് അവർ ഉന്നയിച്ച കാര്യം. അല്ലാതെ സിനിമയിൽ ന്യൂഡിറ്റി വരുന്നുണ്ടോ, ഇൻ്റർകോഴ്സിൻ്റെ ഒരു ഷോട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളല്ല. അത് സിനിമയിൽ സാധാരണമാണ്. നമ്മുടെ ലോക ചലച്ചിത്ര രംഗത്ത് അതൊക്കെ അതിൻ്റേതായിട്ടുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഇഷ്ടംപോലെ സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനെന്താണ് കുഴപ്പം? അത് മുഴുവൻ തെറ്റാണ്, അത് മുഴുവൻ സ്ത്രീ വിരുദ്ധമാണെന്ന് ആരെങ്കിലും പറഞ്ഞു? ന്യൂഡിറ്റി സ്ത്രീ വിരുദ്ധമാണെന്ന് ഈ പറയുന്നവരാരും പറഞ്ഞിട്ടില്ല. അത് കച്ചവടവൽക്കരിക്കുമ്പോഴാണ് അതിന് ആ തരത്തിലുള്ള പ്രതിഷേധം ഉയരേണ്ടത്. കച്ചവടവൽക്കരിക്കുമ്പോഴാണ്, അല്ലാതെ ആർട്ടായി മാറുമ്പോഴല്ല. അപ്പോൾ ഈ സിനിമയിൽ നമ്മളതെങ്ങനെ ആർട്ടിസ്റ്റിക്കായിട്ടാണോ, അതേത് രീതിയിലാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ആ പടം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവും. അവിടെ ഗീതു എന്ത് ഉപാധി ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഗീതു അതിനെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വരട്ടെ, വന്നു കഴിയുമ്പോൾ അവരെ വിമർശിക്കാൻ ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ആ നിലയിൽ വിമർശിക്കാനുള്ള വക അതിനകത്ത് ഉണ്ടെങ്കിൽ കാണാം. ഇപ്പോഴേ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നേരത്തെ കാലേ കൂട്ടി അതിനെ അങ്ങനെ ഒരു ചിത്രം അതിനുണ്ടാക്കി വെച്ച് ആ സിനിമയെ വരുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അതിനെ ഒരു ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.